ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ രോഷിത അവിടെ നല്ല പണിത്തിരക്കൊക്കെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ പാപ്പി ഉറങ്ങി എണിച്ച് എണ്ണ തയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവളെ കാണിക്കാത്ത എന്താ ചോദിച്ചാൽ അവൾ ബനിയൻ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് അവൾ കാണിക്കാത്തത്. പിന്നെ ഇവിടുത്തെ വിശേഷം പറഞ്ഞാൽ ഒരു ദിവസം ഒരു ചെറുതായിട്ടൊക്കെ ഒരു മഴ പെയ്തപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞൊരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടാണ്. ചൂടത്തിരിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞാലും പോരാ, ഭയങ്കര ചൂട്. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ അങ്ങനെ ഓരോ ദിവസവും ഇതാ പറയുമ്പോഴേക്ക് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത്. എത്ര പെട്ടെന്ന് തന്നെ ദിവസങ്ങൾ പോകണമെന്ന് അറിയില്ല. എല്ലാം സങ്കടങ്ങളെ സന്തോഷങ്ങളാക്കി മാറ്റിയെടുക്കാൻ മനുഷ്യനൊരു കഴിവ് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായി എന്നല്ലേ. എന്നാലും അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ വിഷമം വരുമ്പോൾ അറിയാതിരുന്ന് ഇങ്ങനെ കരഞ്ഞു പോകും. എന്നാലും അങ്ങനെയായിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമ്മുടെ പാലക്കാട്ടിലെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തേപ്പ് പണിയൊക്കെയാണ്. തേപ്പിന് വെള്ളം പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് കേട്ടോ തേക്കണത്. എന്താ ചോദിച്ചാൽ നമുക്ക് പുറം ഭാഗമൊക്കെ മഴ വീണതിന് മുന്നായി തേച്ചെടുക്കണം. അപ്പോൾ പിന്നെ വേറെ ഒരു ഇതില്ല. പിന്നെ മഴ പെയ്താൽ മാത്രം അവിടെ വെള്ളമൊക്കെ നല്ലോണം കിട്ടുകയുള്ളൂ. അതുവരെയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 1 ലിറ്റർ വെള്ളം 1 രൂപ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. അങ്ങനെ വാങ്ങിച്ചിട്ട് തേപ്പ് പണിയൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കേണ്ട അവിടെ. പിന്നെ അച്ഛൻ ഇവിടെ നിന്ന് പോയിട്ട് ഏകദേശം ശരിക്കും പറഞ്ഞാൽ വീട്ടിലില്ലാതായിട്ട് ഏകദേശം 1 മാസമൊക്കെ ആവാറായി. അതിലിടയിൽ ഒരു ദിവസം വന്നു, പിറ്റേ ദിവസം പോയി. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞു ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാടാണ്. ഇവിടെ വീട്ടിലാളുണ്ടാകുമ്പോൾ അത് വലിയൊരു ആശ്വാസവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് പുറത്ത് പോകാനാണെങ്കിലും പാപ്പിനെ കൊണ്ടുപോകാനാണെങ്കിലൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അവൾക്കാണെങ്കിൽ ഇങ്ങനെ പുറത്ത് പോയിക്കൊണ്ടേ ഇരിക്കണം, എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണം. അവളുടെ സന്തോഷമാണല്ലോ നമ്മുടെ വലുത്. പക്ഷേ അവളുടെ സന്തോഷത്തിനനുസരിച്ച് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് കൂടിയാണ് പോയത്. അവിടെ ആകുമ്പോൾ പണിക്ക് പോവാം, പിന്നെ നമ്മുടെ വീട് പണി നടക്കണത് പോയി ഇടയ്ക്കൊന്ന് നോക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ് പോയത്. അങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കണത് നമ്മുടെ പാപ്പി കുളിയൊക്കെ കഴിഞ്ഞ് എണ്ണയൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ചുണ്ടരി കുട്ടിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കടയ്ക്ക് പോകാൻ റെഡി ആയിട്ടൊക്കെ നിന്നു. വീട്ടിലെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ശരി പോയി കുറച്ചാണെങ്കിലും വാങ്ങിച്ചിട്ട് വരാമല്ലോ എന്നുള്ള രീതിക്ക് പോകാൻ നിന്നു. പക്ഷേ ഓട്ടോ കിട്ടിയില്ല, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ പോയില്ല. എന്താവും എന്നറിയില്ല. എന്തായാലും ഉള്ളത് വെച്ചിട്ട് അങ്ങനെ ഇതായിട്ട് പോകണം. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് ചേച്ചിമാരുടെ ഹെൽപ്പ് കൊണ്ടാണ് നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ട് പോകുന്നത് കേട്ടോ. അത് എത്ര തന്നെ എടുത്തു പറഞ്ഞാലും മതിയാവില്ല. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും ഇതൊന്നും ഇല്ലെങ്കിൽ ഒന്നും അല്ല ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് പോലും എനിക്ക് തോന്നാറില്ല. സത്യം പറഞ്ഞാൽ ഒരുപാട് നന്ദിയും കടപ്പാടും ഒക്കെ വീട്ടുകാരെക്കാളും എന്താ പറയുക, അത്രയ്ക്കും അവർ നമ്മുടെ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പാപ്പിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കും. അതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അതേപോലെ തന്നെ നിങ്ങളെ നമ്മുടെ വീഡിയോസ് ഇടുന്ന കമൻറ്റൊക്കെ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലേക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് വരുന്നത്. എൻ്റെ കൂടെ ആരൊക്കെയൊക്കെ ഉണ്ട്, ഞാൻ തനിച്ചല്ല എന്നുള്ളൊരു ചിന്ത വരും. എന്തായാലും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. യൂട്യൂബിൽ നിന്ന് വരുമാനം എന്ന് പറഞ്ഞാൽ അത് 2-3 മാസം കൂടുമ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ. നമ്മുടെ വീഡിയോസ് കാര്യമായിട്ട് അങ്ങനെ കയറുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ ഒന്ന് നന്നായി കയറുകയാണെങ്കിൽ നമുക്കൊരു മാസ വരുമാനമായിട്ട് കിട്ടിയേനെ. പക്ഷെ അതിനും വഴിയില്ല. നമ്മളെ ഈ വീട്ടിൻ്റെ ഉള്ളിലിരുന്നിട്ട് എന്ത് വീഡിയോസാണ് ചെയ്യുക? നമ്മുടെ ഡെയിലിയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളൂ. പിന്നെ വിഷമങ്ങളില്ലേ ചോദിക്കും. വിഷമങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ അതൊക്കെ പുറത്ത് പറഞ്ഞ് ഇതാവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യം അങ്ങനെ പോകും. ഇപ്പോൾ നമുക്ക് ഏറ്റവും വലുത് പാപ്പിൻ്റെ കാര്യമാണ്. അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് അവളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ പോകാമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഉച്ചക്കലേക്ക് കറി വയ്ക്കുക അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശരി ഒരു ഇടിച്ചക്ക പോയി പറിച്ചിട്ട് വന്ന് ഉപ്പേരിയൊക്കെ വെച്ചാൽ ആയല്ലോ. എന്നാലും പിന്നെ കയ്പ്പയ്ക്ക പുളി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാലക്കാട് ഈ പുളിങ്കറി ആയിരിക്കും അധികം വെക്കുക. അതെന്താണെന്ന് ചോദിച്ചാൽ പുളിങ്കറി വെച്ച് 2 ദിവസത്തിന് പിന്നെ വേറെ ഒരു കറിയും വേണ്ട. അത് ഇങ്ങനെ ചൂടാക്കി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കയ്പ്പയ്ക്ക എന്ന് പറയുന്നത് പാവയ്ക്ക എന്നാണ്. നമ്മുടെ പാലക്കാട് കപ്പയ്ക്ക എന്നാ പറയുക, കയ്പ്പയ്ക്ക എന്നും പറയില്ല, കപ്പയ്ക്ക പുളി എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അതൊക്കെ പറിക്കാൻ വേണ്ടി പാപ്പിനെയും എടുത്ത് പുറത്തൊക്കെ ഒന്ന് വന്നതാണ്. ഒരു 11 മണി നല്ല വെയിലുള്ള സമയമൊക്കെ ആയിരുന്നു.
അപ്പോൾ അവളും ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്നെക്കൊണ്ടാണെങ്കിൽ കുറച്ച് ദൂരമൊക്കെ എടുത്ത് നടക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര എടുത്ത് നടക്കുന്ന സമയത്ത് എനിക്ക് കാലിലൊക്കെ നല്ല വേദനയൊക്കെ വരും. പക്ഷേ അവളുടെ സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് വരിക, ചുറ്റിക്കറങ്ങുക, കാണുക, അതൊക്കെയാണ് സന്തോഷം. അപ്പോൾ അതിനു വേണ്ടി കൂടിയാണ് നമ്മളിങ്ങനെ എടുത്തിട്ട് പുറത്തൊക്കെ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് ചക്കയൊക്കെ പറിച്ചെന്ന് ചോദിച്ചാൽ വലിയ ചക്ക അപ്പുറത്തെ മരത്തിലുണ്ട്. പക്ഷെ അതിൽ കയറി പറിക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല. പിന്നെ വലിയ തോട്ടികളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അതുമല്ല, ഒന്നാമത്തെ കാര്യം വലിയ ചക്ക പറിച്ച് ഇവിടെ കഴിക്കാൻ ആളുമില്ല. ഞാനും രോഷിയും പാപ്പിയും മാത്രമല്ലേ ഉള്ളൂ. പാപ്പിക്ക് ഇഷ്ടമാണ്, രോഷിക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടമാണോ ചോദിച്ചാൽ അല്ല, ഇഷ്ടമല്ലേ ചോദിച്ചാൽ ആണ്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ അതിനെ കൊണ്ടുവന്ന് അവിടെ അതിൻ്റെ പാല് പോകാൻ വേണ്ടി വെച്ചു. പിന്നെ നമ്മുടെ ഇന്നലത്തെ കപ്പയ്ക്കപ്പുളി ഇതാ ചൂടാക്കാൻ വേണ്ടി അടുപ്പിൽ തന്നെ വെച്ചു. നമ്മുടെ ഗ്യാസ് കഴിയാറായി. അതിൻ്റെ ഉള്ളിൽ അച്ഛൻ വന്ന സമാധാനം, വിറകും കഴിയാറായി. ഇതെല്ലാം വാങ്ങിച്ച് വയ്ക്കണം. അപ്പോഴേക്കും നമ്മുടെ യൂട്യൂബിൽ വേഗം $100 ആവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്കൊരു വരുമാനം കയറും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. വലിയൊരു സഹായമാണ് യൂട്യൂബിൽ നിന്ന് ഒരു 2-3 മാസം കൂടുമ്പോഴൊക്കെ ഒരു ചെറിയൊരു തോതിൽ വരുമാനം കിട്ടുകയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഉപകാരം തന്നെയാണ്. നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ വളരെ സഹായമാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേരുടെ സഹായം കൊണ്ട് നമ്മളങ്ങനെ കടന്ന് പോകണം. നമ്മുടെ കാര്യങ്ങൾ എന്താ പറയുക, വലുതായി ചെയ്തില്ലെങ്കിലും കുഞ്ഞതായി ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടെ സന്തോഷം കണ്ടെത്തി പോകാൻ സാധിക്കുന്നുണ്ട്. അതിലൊക്കെ ദൈവത്തോടും എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദി അറിയിക്കുന്ന. അപ്പോൾ എന്താ ഞാൻ ചക്കയൊക്കെ മുറിച്ച് പീസാക്കി അങ്ങനെ കഴുകി വാരി ഇടുകയാണ്. കുക്കറിലേക്ക് ഇട്ട് ഒരു 2 വിസിൽ വന്നാൽ മതി. എന്നിട്ട് അതിനെ നല്ലൊരു ചട്ടകം കൊണ്ട് നന്നായി കുത്തി ഇതാക്കി ഇടിച്ച് വിട്ടാൽ മതി. ഇവിടെ ഇടിക്കല്ല് ഇതിലിട്ടിട്ട് ഇനിയിപ്പോൾ എടുക്കുമ്പോഴേക്കും തന്നെ സമയമാവും. രോഷിൻ്റെ അടുത്ത് പാപ്പിനെ ഇരുത്തിയിട്ട് ഞാൻ ഇപ്പുറത്ത് വന്നിട്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഈ ഇടിക്കല്ലിട്ടപ്പോൾ അതൊക്കെ ഇടിച്ചെടുക്കുമ്പോഴേക്കും സമയമാവും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ 2 വിസിൽ വന്ന ശേഷം അതിനെ ഇതാക്കുക. അല്ലാതെ ഇത് പച്ചയ്ക്ക് തന്നെ ഇടിച്ചെടുക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരു ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ട് നമ്മളിതിനെ ഇടിച്ചെടുത്തിട്ട് കടുകും ഉപ്പും ഉള്ളിയും പച്ചമുളകും ഒക്കെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് താളിച്ചെടുക്കാറാണ് പതിവ്. അപ്പോൾ എനിക്ക് ചതയ്ക്കാൻ സമയമില്ല, എന്നെക്കൊണ്ട് വയ്യ എന്ന് തോന്നിയപ്പോൾ ഞാൻ 2 വിസിൽ വന്നിട്ട് അതിനെ ഉടച്ചെടുത്തിട്ട് നമുക്ക് താളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ശരി, അതിലേക്ക് തേങ്ങ ചിരവണമല്ലോ, വലിയൊരു ടാസ്ക്കാണ് തേങ്ങ പൊതിക്കുക എന്നുള്ളത്. പക്ഷേ എന്തോ ഈ കമ്പിയുള്ളത് കൊണ്ട് പിന്നെ വേഗം തേങ്ങ പൊതിക്കാൻ ഇപ്പോൾ മടിയൊന്നുമില്ല, വേഗം പൊതിച്ച് കിട്ടാറുണ്ട്. നമ്മുടെ ആ കൊടുവാള കൊണ്ടാകുമ്പോൾ എനിക്ക് ഒരു അര ദിവസത്തെ പണിയായിരിക്കും തേങ്ങ പൊതിച്ചെടുക്കുക എന്ന് പറയുന്നത്. ഇത് പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം വേഗം തന്നെ ആവുന്ന. അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞിട്ട് തേങ്ങ പൊതിച്ചെടുത്തോ. രാവിലെ എല്ലാവരും ഉപ്മാവൊക്കെ കഴിച്ചു. ഇപ്പോൾ 3 നേരം ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് ചീത്ത പറഞ്ഞു, പാപ്പിൻ്റെ അമ്മനെ കാണാൻ ഭയങ്കര മെലിഞ്ഞിട്ടിരിക്കണോ, അയ്യോ തീരെ ആരോഗ്യമില്ല ഭക്ഷണം കഴിക്കുന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് പറഞ്ഞു. എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ ഒരാളെ പോലെ വിചാരിച്ച് നമ്മളുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമാണ് തോന്നാറുള്ളത്. അപ്പോൾ അത് ആ തേങ്ങയിൽ മണ്ടരി വന്നിട്ട് ഇങ്ങനെ ഒരു ചുരുങ്ങിയൊരു സംഭവം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് പൊതിക്കാൻ കിട്ടാത്തത്. ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തു, എന്നിട്ട് അവസാനം എങ്ങനെയൊക്കെയോ ഞാൻ പൊതിച്ചെടുത്തു എന്ന് തന്നെ പറയാം. അത്രയും ഒരു ഇതായിരുന്നു. പക്ഷെ അങ്ങനെ ഇല്ലെങ്കിൽ വേഗം പൊതിച്ച് കിട്ടിയിട്ടുണ്ടാകും. പിന്നെ ഞാൻ കൊടുവാള കൊണ്ടുപോയി അതിനൊക്കെ വെട്ടിയെടുത്ത് ഇതാക്കി. ഈ കൊടുവാളം കൊണ്ടാണ് തേങ്ങ പൊതിക്കുന്നത്. പക്ഷേ ഇത് നല്ല നീളം ഉണ്ടെന്നല്ലാതെ ഇതിന് ഉപകാരം കമ്മിയാണ്, ഇതിന് മൂർച്ചയും കമ്മിയാണ്. വിറകോ എന്തെങ്കിലുമൊക്കെ വെട്ടുകയാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്, കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആ സമയത്ത് പോയി തേങ്ങയൊക്കെ ചിരവി ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി അതെല്ലാം പൊടിയായി അരിഞ്ഞെടുത്ത് കൊണ്ടുവന്ന് താളിക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ആ ചക്ക അധികം മൂത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലൊരു കുഞ്ഞു പ്രായം തന്നെയായിരുന്നു. അപ്പോൾ അതിനെ വേഗം കഷ്ണമാക്കി അരിഞ്ഞെടുത്ത് ഉള്ളിയും മുളകൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഉപ്പ് മാത്രമായിട്ട് വേവിച്ചുള്ളൂ, മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടില്ല. ഇത് ഒരു വെറൈറ്റി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്ത് നമ്മുടെ ചക്ക വേവിച്ചത് അതിലേക്ക് എടുത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഉപ്പേരി ആയിട്ടും കഴിക്കാം, വെറുതെ സ്നാക്സ് ആയിട്ടും ആണെങ്കിലും കഴിക്കാം. നമ്മുടെ രോഷിക്ക് ഇതിനോടൊന്നും അധികം താല്പര്യമില്ല.
നമ്മുടെ പാപ്പിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പാപ്പി സുഖമായി കഴിക്കും. പാപ്പിൻ്റെ ഇഷ്ടങ്ങൾ പറഞ്ഞാൽ അവൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ അങ്ങനെയൊന്നുമില്ല. അവൾക്ക് എന്ത് കൊടുത്താലും വിശക്കുന്ന സമയത്ത് അവൾ കഴിക്കും. അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. ഓരോ കുട്ടികൾ നിർബന്ധം പിടിക്കുന്നത് കാണുമ്പോൾ നമ്മൾ എത്ര നല്ലൊരു ഇതാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഓരോ കുട്ടികൾക്ക് എന്തെന്നെ ചെയ്തു കൊടുത്താലും മതിയാവില്ല അങ്ങനെയൊക്കെ. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. എന്ത് ചെയ്തു കൊടുത്താലും അതുമായിട്ട് പൊരുത്തപ്പെട്ട് അങ്ങോട്ട് പോയിക്കോളും. അല്ലാതെ ഇതന്നെ വേണം, ഇന്നത് തന്നെ വേണം, അതുണ്ടെങ്കിലേ ഞാൻ കഴിക്കുകയുള്ളൂ, അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. എന്നാലും അങ്ങനെയൊക്കെ ആയാലും ഒരുപാട് സന്തോഷം. ഭയങ്കര ചൂടായതുകൊണ്ട് പാപ്പി ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വേഗം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നല്ലാതെ വേറെ ഒരു ഇതില്ല. പിന്നെ അവളുടെ കൂടെ ഇരിക്കുക, അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം ഒരു തട്ടിക്കൂട്ടൽ ഉപ്പേരിയുമായി. ഇന്നലത്തെ പാവയ്ക്ക കറിയുണ്ട്. ഇനി ചോറൊക്കെ കഴിക്കണം. അതിന് മുന്നായിട്ട് നമ്മുടെ പാപ്പിയും രോഷി അവിടെ ഇരുന്ന് ഭയങ്കര എന്തൊക്കെയൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചേച്ചി അനിയത്തിയും കൂടിയിട്ട്. അങ്ങനെ നമ്മളത് കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ പാപ്പിക്കാണെങ്കിൽ വലിയ മൈൻഡൊന്നുമില്ല. ചൂടെടുത്തിട്ട് ഇങ്ങനെ ക്ഷീണം കൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട ആൾ. വെള്ളം ഇഷ്ടംപോലെ ധാരാളം കൊടുക്കാറുണ്ട്, വെള്ളം കുടിക്കാറുണ്ട്. വെള്ളം കുടിക്കണതിന് ഒരു മടിയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവളെ സംബന്ധിച്ച് അവൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവൾ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. അതേപോലെ തന്നെ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഞാനും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എന്തായാലും നമ്മൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇനിയും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ സമയമില്ലെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ഓണാക്കി വെച്ച് ഒന്ന് വയ്ക്കുക. എന്നിട്ട് ഇതാവുക, അങ്ങനെയായിട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നാളേക്ക് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം. ഇപ്പോൾ ആദ്യത്തെ പോലെ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല.